സംസ്ഥാനത്ത് ഓണം എത്തിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായുള്ള ഉത്രാടപ്പാച്ചിലാണ് ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് തിരുവനന്തപുരത്തെ നഗരവീതിയിലെല്ലാം. പ്രത്യേകിച്ചും ഈസ്റ്റ് പോട്ട് കിഴക്ക് കോട്ട ആ ഭാഗത്തും അതോടൊപ്പം പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരം, ചാല മാർക്കറ്റ് ഒക്കെയും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ അതിന്റെ ഒരു അവസാന ഓണത്തിന്റെ തയ്യാറെടുപ്പിലായി നിരവധി പേര് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും സാധനങ്ങൾ വാങ്ങാനായൊക്കെ എത്തുന്നുണ്ട്. തുണിക്കടയിലെല്ലാം തിരക്കുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ സ്ഥലങ്ങളിലും പച്ചക്കറി വാങ്ങാനായാലും എല്ലാത്തിനുമൊക്കെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് വരെ ഇങ്ങനെ തിരക്ക് തുടരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണത്തിലേക്കുള്ള ഒരു പോക്കാണ്. തിരുവോണ നാളാണ് നാളെ. അപ്പോൾ നാളെ അങ്ങനെ വീതികളിലൊന്നും ആളുകൾ ഉണ്ടാവില്ല. അതിൻ്റെ ഓണസദ്യ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ തിരക്കുകളുടെ ഇടയിലൂടെയാണ് പോകുന്നത്. കച്ചവടക്കാരെല്ലാം വളരെ സജീവമായി നിൽക്കുകയാണ്. അത്തരത്തിലുള്ള ഓണാഘോഷത്തിൻ്റെ ഭാഗമായി തന്നെ എല്ലാവരും ഇവിടെ നഗരത്തിലേക്ക് ഇറങ്ങിയതാണ്. അതായത് തിരുവനന്തപുരത്തിൻ്റെ എല്ലാ ദിക്കുകളിൽ നിന്നുള്ളവരെ ഒക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ മഞ്ഞക്കോടി വിൽക്കുന്നുണ്ട്. ഇത് വളരെ അപൂർവമായി ഇപ്പോൾ കാണുകയാണ്. ചേട്ടാ, മഞ്ഞക്കോടി ഒന്നും പൊതുവെ ഇപ്പോൾ കാണുന്നില്ല കടകളിൽ. സംഭവം എന്ന് പറഞ്ഞാൽ മുതലാവുന്നില്ല. ബാലരാം കൈത്തറിക്കുമ്പോഴും ഇത് വിറ്റ് മുതലാക്കാൻ നോക്കൂല. ഇത് വന്നിട്ട് 25 രൂപ വിലയാവുന്നു നെയ്തെടുക്കുമ്പോൾ. ഇവിടെ വന്ന് 30 രൂപ ഇട്ട് കൊടുത്താൽ എല്ലാവരും 20 രൂപ 25 രൂപയ്ക്ക് അത് പോകുന്നുള്ളൂ. ബാലരാം കൈത്തറിയിലെ മാർക്കറ്റ് പോയി. ഇതിപ്പോൾ വരുന്ന അത്രയും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഐറ്റങ്ങളാണ് വരുന്നത്. ബാലരാം കൈത്തറി ഒരു കാലത്തിൽ ഒരു ബാലരാം കൈത്തറി ഒരു പേരുണ്ടായിരുന്നു. ഇപ്പോഴ് സാധനം നെയ്യാൻ ആളില്ല, നെയ്താലും പോകുന്നതുമില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഐറ്റം വരുന്നതുകൊണ്ട് അതല്ല ഇപ്പോൾ ആളുകൾക്ക് വലിയ താല്പര്യമില്ലല്ലോ. താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ കാലം മാറുമ്പം അതിൻ്റെ മാറ്റം ഉണ്ടാവുമല്ലോ. ഇവിടെയൊക്കെ എല്ലായിടത്തും നല്ല കച്ചവടം നടക്കുന്നു. തിരക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാവരുടെ കയ്യിലും നല്ല കാശുകളൊക്കെ ഉണ്ട്. പണമായി ഒഴുക്കുകയാണ് ഇവിടെ. തീർച്ചയായിട്ടും. അപ്പോഴേ ഓണത്തിന് എല്ലാവർക്കും ഈ ഒരു തിരക്കിലിടയിലും ഇത്തരത്തിലുള്ള മഞ്ഞക്കോടി ഒക്കെ കാണുന്നത് വളരെ അപൂർവമായി മാറിയിരിക്കുകയാണ്. പണ്ട് കാലത്തൊക്കെ ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൈനീട്ടം പോലെ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ആർക്കും വേണ്ടാതായി. കാരണം പ്രത്യേകിച്ച് മറ്റ് പുതുവസ്ത്രങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു പ്രാപ്തി എല്ലാവർക്കും വന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഓണത്തിന് പുറത്തിറങ്ങിയതാണോ? ഓണത്തിന് പുറത്തിറങ്ങിയതാണ്. എങ്ങനെയാണ്, സാധനങ്ങളെല്ലാം വാങ്ങിയോ? ഇല്ല, നമ്മൾ സാധനമൊന്നും വാങ്ങിയില്ല. കുഞ്ഞിനൊന്ന് 2 സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നത്. ഏതായാലും തിരക്കിന് ഒരു കുറവുമില്ല. അത് നമുക്ക് എവിടെ നോക്കിയാലും അറിയാം. കച്ചവടമൊക്കെ വലിയ രീതിയിൽ പോകുന്നുണ്ട്. ഓണ വിപണി നോക്കി ലക്ഷ്യമിട്ട് വന്ന ആളുകളെല്ലാം ഇവിടെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഈ തിരുവനന്തപുരത്തെ നഗരവീതിയിലെല്ലാം ഉള്ളത്. ഒരു സാഹചര്യം തന്നെയാണ്. ഏതായാലും ഓണത്തിന് പ്രത്യേകിച്ചും ആളുകൾ കൂടുതലും ഇവിടെ, അതായത് നാളെ തിരുവോണമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തിരക്കാണ്. സാധനങ്ങൾ വാങ്ങാനായാലും നഗരം ഒന്ന് കണ്ടിട്ട് പോകാനൊക്കെയും ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഓണമൊക്കെ എങ്ങനെയായി? ഓണമൊക്കെ വളരെ അനുഗ്രഹമായിരിക്കും. മഴയില്ലായിരുന്നുവെങ്കിൽ നല്ല ഓണമാണ്. അപ്പോൾ അതായത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം നമ്മുടെ കോർപ്പറേഷൻ്റെ അധികാരമാണ് ഈ ഓണത്തിൻ്റെ വിജയം. അപ്പോൾ കോർപ്പറേഷന് ഒരു പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു ഓണാശംസയൊക്കെ ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും വളരെ സ്വീകാര്യമായി എടുക്കേണ്ട ഒരു വിഷയമാണ്. ഏതായാലും ഓണം വലിയ തകൃതിയിൽ തന്നെ നടക്കുകയാണ്. ഒരുപാട് പേര് എന്തായാലും തലസ്ഥാന നഗരത്ത് ഈ തിരക്കിനിടയിലുണ്ട്. വിപണിയെല്ലാം സജീവമാണ്. ഇനി നാളത്തെ ഒരു കാത്തിരിപ്പിന് വേണ്ടിയാണ്. ഏതായാലും തലസ്ഥാന നഗരത്തെ പ്രധാന കേന്ദ്രത്തിൽ നിന്നും പത്മകുമാറിനൊപ്പം വിഷ്ണു കരുണാകരൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.